ചുള്ളക്കാട് വാക്കിംഗ് ക്ലബ്ബ് മഞ്ചേരി. എന്റെ സ്വപ്നം എന്റെ നാട്, ലഹരി മുക്ത നാട്. അത് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന. മോടെ പേരെന്താ? ഇത് ഐഷ ജോൺ. അപ്പൊ ഐഷ ജോൺ ഗിന്നസ് വേൾഡിൽ വരേണ്ട ആളല്ലേ. അപ്പൊ നിങ്ങൾ എന്താ പരിപാടി? ഇത് ചുള്ളക്കാട് വാക്കിംഗ് ക്ലബിന്റെ നിങ്ങളിത് 10-15 ഗ്രൂപ്പായല്ലോ. മേക്ക് 7 ഒരു ഗ്രൂപ്പ്. നമ്മള് ലഹരി വിരുദ്ധ സെമിനാർ വരുന്നുണ്ട്, ബഹുജന റാലി, പിന്നെ ലഹരിക്ക് അനുകൂലമായ സ്ഥലങ്ങൾ ശുദ്ധീകരിക്കൽ, കൗൺസിലിംഗ്, പിന്നെ സ്കൂൾ കോളേജുകൾ നിരീക്ഷണം, അങ്ങനത്തെ കുറെ പരിപാടികൾ, ഒരു വർഷത്തെ ക്യാമ്പയിൻ. അത് നന്നായി. നമ്മുടെ ഈ മേക്ക് 7 കുറെ സ്ത്രീകളുണ്ടെന്ന് അവരെ കണ്ട് എം.എൽ.എ അവര് കണ്ടില്ലല്ലോ. നിങ്ങൾ ഈ മേക്ക് 7 ഈ പുരുഷന്മാരുടെ ഒരു ഡോമിനേഷൻ ആണോ എന്ന് ഞാൻ സംശയിച്ചാണോ? എല്ലാവരും ഉണ്ടോ? ഉണ്ടോ എല്ലാവരും ഉണ്ടോ? എന്താ പേര്? ഫോട്ടോ എടുക്കാം, നമുക്ക് ഫോട്ടോ എടുക്കാം. കാര്യം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഞങ്ങള് കണ്ടത് മേക്ക് 7 എല്ലാം കൂടുതലും പുരുഷന്മാരാണ്. പിന്നെ ഫ്ലവേഴ്സിന്റെ 10ാം വാർഷികത്തിന് പ്രത്യേക ആശംസകള്. ആദ്യകാലം മുതൽ കാണുന്ന ഒരു പ്രേക്ഷകയാണ് ഞാനും. വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ മഞ്ചേരി വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചതിനും. ലഹരിക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെയൊക്കെ പിന്തുണ മേക്ക് 7 പ്രത്യേകിച്ചും മഞ്ചേരിയിലെ മേക്ക് 7 ലേഡീസിന്റെ പൂർണ്ണ പിന്തുണ ഇതിന്റെ പിന്നിലുണ്ട്. എം.എൽ.എ ഒക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ വളരെ സജീവമായി അതെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ ഭയങ്കര അക്സെപ്റ്റൻസ് ആണല്ലോ ഇവിടെ. താങ്ക് യു. സാധാരണഗതി കുറച്ചെല്ലാം പ്രവർത്തിച്ച് കഴിയുമ്പോൾ ആൾക്കാർ വേറെ അഭിപ്രായം പറയുന്നത് അല്ലേ? ആന്റി ഇൻകംബൻസി വന്നിട്ടില്ല. അത് നന്നായി. താങ്ക് യു. അപ്പൊ നമുക്കിനി ബ്രേക്ക് പോകണം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പറയാം. അതാണ് കാര്യം. നമുക്ക് ഓക്കെ മോളെ ടാറ്റ. ഞാൻ മോളെ വരാം. ഞാൻ മോടെ മുഖം ക്യാമറ കാണിക്കട്ടെ. ഇതാണ് നമ്മുടെ മോള്. മോളുടെ പേരെന്താ? മിടുക്കി. അപ്പൊ നമുക്ക് അടുത്തവര് കോൺഫെഡറേഷൻ ഓഫ് റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ കോർവ മലപ്പുറം. ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധമാണ് കോർവ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അടിയുണ്ടോ? മേക്ക് 7 അടി കണ്ടു കാണും. സമാധാനമാണ് നമ്മുടെ ലഹരി. അതാണ് ഓരോ വീടിനും ശരിക്കും നല്ല പങ്കുണ്ട് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ പിന്നെ സമാധാനം ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട സ്ഥലം വീടാണല്ലോ. ആ വീടിനെ കോർഡിനേറ്റ് ചെയ്ത് ഇതിന് വേണ്ടിയുള്ള പണിയെടുക്കുക എന്നുള്ളതാണ് റെസിഡന്റ് അസോസിയേഷൻ. ആദ്യമായി ഫ്ലവേഴ്സും 24ഉം ശ്രീ SKന്റെ ലീഡർഷിപ്പിൽ നടത്തുന്ന ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന് കോൺഫെഡറേഷൻ ഓഫ് റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ കേരളയുടെയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങ് എന്തോ പറയാൻ വന്ന പോലെ എനിക്ക് തോന്നി. സാറിന് ദീർഘായുസ് നേരുന്നു. വളരെ നല്ല പ്രോഗ്രാം. കോർവയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ്. അപ്പൊ യൂത്ത് വിങ്ങിന്റെ ലക്ഷ്യം എന്താ? നമ്മള് ലഹരിക്കെതിരെ പിന്നെ എല്ലാ അസോസിയേഷനുകളും ഒന്നിച്ച് കോഴിക്കോട് പോകുന്നതല്ലേ നല്ലത്? നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. കോഴിക്കോട് 20-ാം തീയതി ഞായറാഴ്ച വരണം. ഇതേ യൂണിഫോമിലായിരിക്കണം അല്ലേ? നമുക്ക് കോർവയാണ് അവിടെ. ഇടത് ഭാഗത്ത് കോർവ നിൽക്കുന്നു, വലത് ഭാഗത്ത് മേക്ക് 7. ഉത്തരവാദിത്തമുള്ള ഒരു സബ്ജക്റ്റാണ് ഈ സബ്ജക്ട്. വരുമല്ലോ. വരുവിൻ അല്ലേ? ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വണ്ടിക്കൂലി കാശില്ലായിരുന്നൊന്നും പറയരുത്. സാറേ ഒരു കാര്യം കൂടെ, നമ്മളിപ്പോ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോഴത്തേക്ക് ലഹരി എന്ന് പറയുന്നത് മദ്യമായിരിക്കുമല്ലോ, അതിന്റെ ഒരു സോഫ്റ്റ് കോർണർ വന്നു തുടങ്ങിയിരിക്കുന്നു. അതായത് അതാകാം. 50 പേരെ കൊല്ലുന്ന ഒരുത്തനെ കണ്ടു കഴിഞ്ഞാല് കൈകയറി വെട്ടുന്നതിനെ കാണുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല. കൊലപാതകം നിൽക്കുന്നു. നമ്മളൊരു കാര്യം ചെയ്യാം, ഈ കൊലപാതകം ഒതുക്കിയതിനു ശേഷം നമ്മൾ അങ്ങോട്ട് നീങ്ങും. തീർച്ചയായിട്ടും അങ്ങ് ടെൻഷൻ ഉണ്ടോ? നമുക്ക് 1436 ഇപ്പൊ ഒരു പ്രേക്ഷകൻ പറഞ്ഞേ ഉള്ളൂ, പൊന്നാടക്കല്ലോടെ ഒരു കട തുടങ്ങാൻ. അവിടെ കോർവയുടെ വനിതാ വിങ് ആണ്. അത് യൂത്ത് വിങ്, ഇത് വനിതാ വിങ്. നേരത്തെ സിസ്റ്ററല്ലേ സംസാരിച്ചത്? എല്ലാരും ഒരുപോലെ കോർവയുടെ വനിതാ വിങ്. അപ്പോ റെസിഡൻസ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ വനിതാ വിങ് സാറിന്റെ ഈ പ്രയത്നത്തിന് ഇതോടുകൂടി എല്ലാവിധ പിന്തുണയും നിങ്ങൾ താമസിച്ചു പോയൊരു കാര്യത്തിന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വന്ന നിമിത്തമാണ് ഞങ്ങൾ, അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ ഒന്നിച്ചാ. ഞങ്ങള് ഒറ്റ ചോദ്യം, കോഴിക്കോട്ട് വരുമോ?
തയ്യാറാണ്. കൈയെടുക്ക്. ആ കൈ ഇങ്ങോട്ട് നിന്ന്. ഞങ്ങൾ വനിതകള് ഒരു പോലീസുകാരിയുടെ മനസ്സോടുകൂടി സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ് ഇതോടുകൂടി. അംഗീകരിച്ചിരിക്കുന്നു. എന്റെ ഇടയ്ക്ക് ഒരു ദിവസം ചോദിക്കട്ടെ, പോലീസുകാരുടെ മനസ്സെങ്ങനെ? പോലീസുകാരുടെ മനസ്സ് എന്ന് പറയുന്നത് സാറിന്റെ ചാനൽ പേര് പോലെ തന്നെ 24 ഹവറും ഞങ്ങൾ ജാഗ്രതയോടുകൂടി 24 hours ഫ്ലവേഴ്സ് ആണ്. അല്ല സാറേ, ജാഗ്രതയോടുകൂടി ജാഗരൂകരായി സാറിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കോഴിക്കോട് കാണുമ്പോൾ അല്ലേ? കോഴിക്കോട് കോഴിക്കോട് എവിടെയാണെന്ന് ചോദിച്ചായിരുന്നു. കോഴിക്കോട് എവിടെയാണെന്നൂടെ ചോദിച്ചു. കോഴിക്കോട് ബീച്ചിൽ വൈകുന്നേരം 4 മണിക്ക് നമ്മളെല്ലാരും ഒന്നിച്ചുണ്ടാവും. കോഴിക്കോട് ഏരിയാണ്. അപ്പൊ എളുപ്പമായല്ലോ. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ കയറാം. ഓക്കെ, വേണേ ഒന്ന് പായസം കോഴിക്കോട് ഏരിയയുടെ ലക്ഷണം ഞങ്ങൾക്കൊരു ആദരവ് തരണം. ഇത്രയും നല്ല വലിയൊരു കാര്യത്തില് അത് മാത്രമല്ല, നമ്മൾ ആ പ്രകടനത്തിലൂടെ യോമാരി ഞെട്ടണം. മറ്റേ താൻസാനിയയിലേക്ക് ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്, ഇതിന്റെ നേതാവ്. അവന് പിന്നെ കൊളംബിയയിൽ ആരും ഇരിപ്പുണ്ടെന്ന് വിജയവർ കുറച്ച് കാലമായിട്ട് പറയുന്നുണ്ട്. അല്ലേ? അപ്പൊ അല്ല, മരിച്ചു അല്ലേ? അപ്പൊ ആഷ്മിയുടെ കയ്യിലും 2-3 കേസുണ്ട്. 2-3 പേര് ഇതുപോലുണ്ട്. യോമാരൊക്കെ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ സാറ്റലൈറ്റ് കയറ്റിയും വിടുവല്ലേ? ലൈവാണ്. അന്ന് 24 ത്രൂഔട്ട് ലൈവായിരുന്നു. ത്രൂഔട്ട് ലൈവ്. 20-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ നമ്മൾ ഒരു 10-11 മണി വരെ ലൈവ് അങ്ങ് പോകും. ആ ലൈവ് കണ്ട ആളിന് ഞെട്ടണം. MDMA-കാരനൊക്കെ വാലും പൊക്കി സ്ഥലമുണ്ട്. അത് അന്തിമ യുദ്ധമാണ്. ലാസ്റ്റ് വാർ, അൾട്ടിമേറ്റ് വാർ ഉണ്ടാവുമല്ലോ. തീർച്ചയായും സെൽവി നമുക്ക് പിന്നെടുത്താ പോരെ? ലൈവ് പോയിക്കൊണ്ടിരിക്കുക. നാട്ടുകാരുടെ ക്ഷമ പരീക്ഷിക്കുന്നത്. ജീവനാടിയായ ആശ്മിച്ചിക്ക് കൂടി ഒരു അനുമോദനം നേരാണ്.